പ്രണയം പഠനത്തെ ബാധിക്കുമോ? സൈക്കോളജി പറയുന്ന സത്യം എന്താണ്? സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്: പ്രണയം പഠനത്തെ നശിപ്പിക്കുമോ? ചിലർ പറയും പ്രണയത്തിൽ വീണാൽ മാർക്ക് കുറയും. മറ്റു ചിലർ പറയും ശരിയായ പ്രണയം ജീവിതം തന്നെ മാറ്റും. അപ്പോൾ സത്യം എന്താണ്? ഇന്ന് സൈക്കോളജി അടിസ്ഥാനമാക്കി പഠനവും പ്രണയവും തമ്മിലുള്ള ബന്ധം നോക്കാം. ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതാണ് സന്തോഷവും ആവേശവും നൽകുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഫോൺ നോക്കുന്നത്, മെസ്സേജ് വന്നോ എന്ന് പരിശോധിക്കുന്നത്, ആ വ്യക്തിയെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് പഠനത്തെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രണയം ആരോഗ്യകരമല്ലെങ്കിൽ, അതായത് കൂടുതൽ ചാറ്റിംഗ്, നീണ്ട ഫോൺ കോളുകൾ, അനാവശ്യ ടെൻഷൻ, അമിത ചിന്ത, ഇവയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പഠനത്തിലെ ഫോക്കസ് കുറയും എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. മനസ്സിന്റെ ശ്രദ്ധ ഒരു സമയത്ത് പരിമിതമായ കാര്യങ്ങളിൽ മാത്രമേ കേന്ദ്രീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇത്തരം ടെൻഷനുകളും അമിതമായിട്ടുള്ള ചിന്തയും നീണ്ട ഫോൺ കോളുകളും കൂടുതൽ ചാറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിനെ വൈകാരികമായി അത് ബാധിക്കുമെന്നുള്ളതാണ്. എങ്ങനെ ഒരു പ്രണയം ഒരു പഠനത്തെ എങ്ങനെ സ്വാധീനിച്ചേൽപ്പിക്കാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എല്ലാ പ്രണയവും പഠനത്തെ നശിപ്പിക്കില്ല എന്നുള്ളതാണ്. സോ എങ്ങനെയൊക്കെയാണ് ഒരു പ്രണയം നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ പഠനത്തെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാനസിക പിന്തുണ നൽകും, ലക്ഷ്യങ്ങൾ നേടാൻ പ്രചോദനം നൽകും, സമ്മർദ്ദം കുറയ്ക്കും എന്നുള്ളതാണ്. പല വിജയികളുടെയും ജീവിതത്തിൽ ആ ഒരു പിന്തുണച്ച ഒരാളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് ഒരു ബോറേർപ്പാടല്ല, നമുക്ക് മനസ്സിലാക്കാം. രണ്ട് രീതിയിലുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഏതൊരു ഫാക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടിനും പോസിറ്റീവും നെഗറ്റീവും വശം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിരന്തരം വഴക്ക്, അവിശ്വാസം, അമിതമായിട്ടുള്ള പോസിറ്റീവ്നെസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തലച്ചോറിന് ഒരുപാട് സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോയി അത് മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതാണ്. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ വർദ്ധിക്കും. അതിന്റെ ഫലമായിട്ട് ഓർമ്മശക്തി കുറയും, ശ്രദ്ധ നഷ്ടപ്പെടും, പ്രകടനം താഴും. സോ ഇനി എന്താണ് ഈ പഠനവും പ്രണയവും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ജീവിതത്തിലെ പ്രണയം എന്നുള്ളൊരു ഭാഗമാണ്, പക്ഷെ ജീവിതത്തിന്റെ മുഴുവനല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു വിദ്യാർത്ഥിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? പഠനം, കഴിവ് വികസനം, ഭാവി നിർമ്മാണം ഇവയായിരിക്കണം. പ്രണയമായ ലക്ഷ്യങ്ങളെ പിന്തുണക്കണം, തടസ്സപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ പഠിക്കാതെ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ തടസ്സമാക്കുന്നത് എന്താണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ തിരിച്ചുവിടുന്നത് ആ സംഭവം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്ന ഉത്തരങ്ങൾ ഭയങ്കര കഴിയും. കാരണം വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളാണ്. അതുകൊണ്ട് നിങ്ങളാണ് ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ആദ്യം ഈ സംഭവം ഈ ബന്ധം തുടങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ബന്ധം പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കാൻ പോകുന്നത്. ഇതിന് വളരെ കൃത്യമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. സോ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാണ്, കൃത്യമായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കുറയ്ക്കാതിരിക്കുക. മെണ്ണായാലും വുമണായാലും അല്ലെങ്കിൽ ബോയായാലും ഗേളായാലും നഷ്ടപ്പെട്ട തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. താങ്ക് യു.